بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലജ്ജ ഒരു മഹത്തായ സ്വഭാവമാണ് എന്ന ശീർഷകത്തിൽ ഒരല്പം കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അവൻ്റെ പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ. ലജ്ജയില്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തെ പോലെയല്ല, മൃഗത്തെക്കാളും തരം താഴും എന്നുള്ളതാണ്. ലജ്ജയില്ലാത്ത കാലം ലോകാവസാനത്തിൻ്റെ പ്രധാന അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരർത്ഥത്തിൽ ലജ്ജ മനുഷ്യൻ്റെ ഒരു പ്രധാന സൗന്ദര്യവും കൂടിയാണ്. ലജ്ജയെ ഇസ്ലാം മതനിയമങ്ങളുടെ കൂടെ ചേർത്ത് പറയും പോലെ ലജ്ജ മനുഷ്യനിൽ വേണമെന്ന് പറയുന്നവർ തന്നെയാണ് സഹോദര സമുദായത്തിലെ സഹോദരങ്ങളും അവരുടെ ജീവിത തത്വങ്ങളും. ലജ്ജയെക്കുറിച്ച് ഇസ്ലാം പറയാൻ ഇനി ഇതിനപ്പുറം വേറെ വാക്കുകളില്ല. ലജ്ജ എന്നത് ഈമാൻ ആണ് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ലജ്ജ എന്നത് ഈമാനാണ് എന്നതാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ ലജ്ജ ഉള്ളവരാവാൻ സ്വയം ശ്രമിക്കണം. അതിൻ്റെ പ്രാധാന്യം ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും. ലജ്ജ ഉണ്ടാവണം. ലജ്ജയില്ലെങ്കിൽ എന്തിനു കൊള്ളാം ഒരു മനുഷ്യനെ. ദജ്ജാൽ വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ചില അടയാളങ്ങൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ദജ്ജാൽ വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങൾ. സ്ത്രീകൾ ലജ്ജയില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ദജ്ജാൽ പുറപ്പെടുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയോരങ്ങളിലെ മാംസക്കച്ചവടങ്ങൾ, മനുഷ്യ മാംസക്കച്ചവടങ്ങൾ, അങ്ങനെ പറയാം. വഴിയോരങ്ങളിലെ ലൈംഗികമായ കാര്യങ്ങളിൽ മനുഷ്യരേർപ്പെടുന്ന ഒരു കാലം. ലൈംഗിക കച്ചവടങ്ങൾക്ക് വേണ്ടി വഴിയോരങ്ങളിലേക്ക് മനുഷ്യർ സമരത്തിനിറങ്ങുന്ന ഒരു കാലം. ചുംബന സമരങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിൽ പല നിലക്ക് അരങ്ങേറുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ദജ്ജാലിനെ പ്രതീക്ഷിക്കാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജയെ ഇസ്ലാം പഠിപ്പിക്കുന്നത് നുബുവത്തിനോളം വലിപ്പത്തിലാണ്. ലജ്ജ ഈമാനാണെന്ന് പറയുന്നു. ലജ്ജയെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് നുബുവത്തിന്റെ വലിപ്പത്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ നബി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവ. നുബുവത്തിന്റെ വർത്തമാനങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊണ്ട വർത്തമാനം, മഹാന്മാരായ അമ്പിയാക്കൾ, ധാരാളം നബിമാർ സംസാരിച്ച ഏറ്റവും പ്രോജ്വലമായ കണ്ടന്റ്, നുബുവത്തിൽ മനുഷ്യർക്ക് ഓർത്തെടുക്കാൻ അവരുടെ മനസ്സിനെ കീറിമുറിച്ച ഏറ്റവും വലിയ തത്വം ഇല്ലം തസ്തഹി ഫസ്നഇ മാ ശിഅത എന്നതാണ്. അള്ളാന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് വന്നുപോയ നബിമാര് പറഞ്ഞ വാക്കുകളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഫീല് ചെയ്തത്, ജനങ്ങൾക്ക് ഏറ്റവും മാനസികമായി മനസ്സിന്റെ അടിത്തട്ടിൽ തട്ടിയ വർത്താനം ഇല്ലം തസ്തഹി ഫസ്നഇ മാ ശിഅത. നാണോ ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യടോ എന്ന ഒരു വർത്തമാനം നുബുവത്തിന്റെ ഭാഗമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാണോ ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്, നമ്മളും അങ്ങനെ പറയാറുണ്ട്. നാണോ ഇല്ല ഇപ്പം എന്താ ഇപ്പം ചെയ്യാ? മനുഷ്യർക്ക് നാണോ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യ്, അല്ലാതെ ഇപ്പം എന്താ പറയാ
ഇങ്ങനൊരു വർത്താനം ലോകത്ത് വന്നു പോയ നബിമാർ മുഴുവനും പറഞ്ഞിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്. അത്രയും പ്രാധാന്യമാണ് ലജ്ജ എന്ന സ്വഭാവ സവിശേഷതയ്ക്ക്. അള്ളാഹു ജന്മസഹജമായി തന്നിട്ടുള്ള ഒരു ഗുണമാണ് ലജ്ജ എന്നത്. കുഞ്ഞു മക്കളിലൊക്കെ ചിലപ്പോൾ ലജ്ജ കാണാറുണ്ട്. സാഹചര്യങ്ങളിൽ മനുഷ്യനെ തന്നെ വിറ്റ് അവസാനം അങ്ങനെ ഒന്നും കയ്യിലില്ലാത്ത പോലെയോ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ വിൽക്കാൻ തീരുമാനിച്ചാൽ, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോന്ന് വിൽക്കാൻ തീരുമാനിച്ചാൽ അവസാനം നമ്മുടെ കയ്യിൽ ആ ഒരു വസ്തു ഇല്ലാതെ പോകും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിറ്റ് അവസാനം മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഇല്ലാത്തൊരു സാധനമാണ് ലജ്ജ എന്നത്. സ്വഹീഹുൽ ബുഖാരി ഒരു അധ്യായം തന്നെ പറയുന്നത് ബാബു അൽ ഹയാഉ മിനൽ ഈമാൻ എന്നാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാണ്. അപ്പൊ അത്രത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ലജ്ജയെക്കുറിച്ച് വാണോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ അത്രയും ഇത് വേണ്ടപ്പെട്ടതാണ്. ഈമാനിനെ കുറിച്ച് പറഞ്ഞത് ഈമാന് 70 ശാഖകൾ ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ 70 ശാഖകളിൽ ലജ്ജയെ പ്രത്യേകം എടുത്ത് പറയാണ്. ഹദീസ് കേട്ടാൽ നല്ല രസകരമായ അവതരണം. ഈമാൻ എന്ന് പറഞ്ഞാൽ 70-ൽ പരം ശാഖ. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാനു ബിദ്ഉൻ വസബഊൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70-ൽ പരം തരത്തിലാണ്. ഈമാൻ 70-ൽ പരം തരങ്ങളുണ്ട്. അഫ്ദലുഹാ, അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഈമാനിന്റെ തലം എന്ന് പറയുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈമാന്റെ ഏറ്റവും ഉന്നതമായ തലം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വ അദ്നാഹ, ഏറ്റവും താഴെ വരുമ്പോ 70-ൽ പരം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് കാണുന്ന ഈമാന്റെ കാര്യം ഇമാതത്തുൽ അലം അൻ തുരീഖ്, അനി തുരീഖ്, റോഡിലെ ഉരുളങ്കല്ലും മാർഗതടസ്സമുണ്ടാക്കുന്ന മുള്ളുകളും മറ്റു പ്രയാസങ്ങളും ഒരാൾ കാലുകൊണ്ടാണെങ്കിലും തട്ടിമാറ്റുന്നു. അത് ഈമാനിന്റെ ഏറ്റവും കുറഞ്ഞ ഭാഗം അവനിൽ ഉണ്ട്, അതിന്റെ പേരിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ 70-ൽ പരം, അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെ നിൽക്കുന്നത് റോഡിലെ തടസ്സം നീക്കലാണ്. ചില ആൾക്കാർ റോട്ടിലേ പശുവിനെ കിട്ടുള്ളൂ, പാർക്കിംഗ് ഇല്ലാത്തടത്തിലേ പാർക്കിംഗ് ചെയ്യുള്ളൂ. ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റോഡിൽ തടസ്സം ഉണ്ടാക്കുക എന്നുള്ളത് ഈമാനില്ലാത്ത പണിയാണ്. അങ്ങനെയുണ്ട്. റോഡ് സൈഡിൽ പുല്ല് കണ്ടാൽ അവിടെ പിന്നെ പശുവിനെ അങ്ങ് നീട്ടി അങ്ങ് കെട്ടിയാൽ പിന്നെ ഒരാൾക്കും അതിൽ പോകണ്ട. കുറച്ച് ഈ അടച്ചിലുള്ള പശുവാണെങ്കിൽ പിന്നെ നോക്കും കൂടി വേണ്ട. ചില ആളുകൾക്ക് വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഒരു ബോധവും ഇല്ലാതെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തോളൂ. അപ്പോ മാർഗതടസ്സം ഉണ്ടാക്കുക എന്നത് ഈമാനില്ലാത്തതിന്റെ ഒരടയാളാണ്. മാർഗതടസ്സം ഒഴിവാക്കി കൊടുക്കുക എന്നത് ഈമാന്റെ അടയാളാണ്. ഈമാന്റെ 70-ൽ പരം അടയാളങ്ങളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന അടയാളം അതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യത്തേതും അവസാനത്തതും പറഞ്ഞു. ആദ്യത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാന്റെ തലങ്ങൾ 70 എങ്കിൽ അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെ നിൽക്കുന്നത് വഴിയിലെ തടസ്സം നിൽക്കലാണ്. അപ്പൊ 2 അറ്റത്തിലുള്ള ഒന്നാമത്തെയും അവസാനത്തെയും പറഞ്ഞു ഈമാന്റെ തലങ്ങൾ. എന്നാ ഇനി കേട്ടോളൂ, ഇതിന്റെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈമാൻ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതേ ഹദീസിൽ തന്നെ കാണാം, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാൻ 70-ൽ പരം ശാഖയുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ അത് ലജ്ജയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴത്തത് വഴിയിലെ തടസ്സം നീക്കുക. അപ്പൊ ഒന്നാമത്തതും ഏറ്റവും അവസാനത്തെയും പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ടതുണ്ടേ, അത് ലജ്ജയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാണ് ലജ്ജ ഉണ്ടാവുക? നമുക്ക് നമ്മോട് തന്നെ ലജ്ജ വേണമെന്നാണ്. നമുക്ക് നമ്മോട് തന്നെ ലജ്ജ വേണം. എവിടെ? ഒന്നുമല്ലെങ്കിൽ നമ്മൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ നമ്മോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അള്ളയാണ്. അള്ളാഹുവിനെ ലജ്ജിക്കണം എന്ന് ഹദീസിൽ തന്നെയുണ്ട്. ഒരാള് തനിച്ച് കിടക്കുന്ന സന്ദർഭം, അല്ലെങ്കിൽ ഒരാൾ തനിച്ച് കുളിക്കുന്ന സന്ദർഭം, ആ സമയത്ത് ഔറത്ത് മറക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൽ നിന്നും നീ ലജ്ജിക്കണം എന്നതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജന്മസഹജം, ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള കാര്യമാണ്. നമുക്ക് എന്തൊക്കെ ജനിച്ചപ്പോൾ കിട്ടിയോ ആ ജനിച്ചപ്പോൾ അന്ന് മുതൽ ഇനി മരിക്കുന്നവരെ കൂടുതലല്ലാതെ കുറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഗുണമാണ് ലജ്ജ. അത് സ്വയം തോന്നണം.
സ്വയം തോന്നില്ലെങ്കിൽ സ്വയം തോന്നാൻ നമ്മൾ പഠിപ്പിക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കൂടി പറയാം. അൻ സാലിം ഇബ്നു അബ്ദില്ലാഹി അൻ നബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അലാ റജുലിൻ മിനൽ അൻസാർ വഹുവ യഇദു അഖാഹു ഫിൽ ഹയാ. ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ ഉപദേശിക്കുന്നത് കണ്ടു. അതിലൂടെ നബി തങ്ങൾ ഇങ്ങനെ നടന്നുപോയി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി മറ്റൊരാളെ ഉപദേശിക്കാണ്. എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നത്? എടോ, തനിക്കൊരല്പം ലജ്ജ ആവാട്ടോ, നിനക്കെന്താ ലജ്ജയില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് ലജ്ജയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, നാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അൻസാരിയായ സ്വഹാബി തന്റെ സുഹൃത്തിനെ ഉപദേശിക്കുന്നത്. ഇത് കണ്ട മുത്തുനബിക്ക് ഒരല്പം ദേഷ്യം വന്ന പോലെ ഫഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്കടോ. നീ ഇങ്ങനെ ലജ്ജയുടെ കാര്യം പറഞ്ഞ് അവനെ ഉപദേശിക്കണ്ട, അവനെ വിട്ടേക്ക്. എന്തുകൊണ്ട്? ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിൽപ്പെട്ടതാണ്. ഈമാൻ ഉണ്ടെങ്കിലേ ലജ്ജ ഉണ്ടാവൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ലജ്ജയില്ലേ? ഈമാനില്ല. അള്ളാഹു ലജ്ജ തരട്ടെ. ലജ്ജ ചോദിക്കണം. അള്ളാഹുവെ, എനിക്ക് ലജ്ജിക്കാൻ നീ ലജ്ജിക്കാനുള്ള തൗഫീഖ്, എനിക്ക് ലജ്ജ വേണം. അത് ഈമാനാണേ. ഈമാനിന്റെ ഏറ്റവും പ്രധാന കണ്ടന്റാണ് ലജ്ജ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്നുണ്ട്, വലിയ ലജ്ജയുള്ള ആളായിരുന്നു സയ്യിദന മൂസ അലൈഹിസ്സലാം. നബിമാർ മുഴുവനും അങ്ങനെയായിരുന്നു. വലിയ ലജ്ജ, ഹബീബിന്റെ ലജ്ജ. അവിടുത്തെ പത്നിമാര് പറയാറുണ്ട്, ഭാര്യമാര് പറയാറുണ്ട് ലജ്ജ. അള്ളാഹുവിന്റെ ഖുർആൻ സൂചിപ്പിച്ചു, പ്രവാചകന്മാരിൽ പ്രമുഖനായ മൂസ നബിക്ക് വലിയ ലജ്ജയായിരുന്നു. ഒരു ഹദീസും കൂടി ചേർത്ത് പറയാം, സ്വഹീഹുൽ ബുഖാരി. ഈ ഹദീസ് പറയുന്നുണ്ട്, മൂസ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ കുളിക്കാൻ നേരം പരിപൂർണമായും നഗ്നരായി കുളിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് ശറഅ് പൂർണ്ണമല്ല. ഒന്നാമത് ചില നിയമങ്ങളിൽ വിട്ടുവീഴ്ച പൂർവിക സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ നിയമം അനുസരിക്കാത്ത സമൂഹമാണ് അവിടെ കൂടുതലും അങ്ങനെ കുളിച്ചത് എന്ന് തന്നെ വെച്ചോ. അപ്പോ ജനങ്ങളുടെ ഇടയിൽ ആളുകൾ കൂട്ടം കൂടി കുളിക്കുന്നതിന്റെ ഇടയിലേക്ക് മൂസ നബി ചെല്ലാറില്ല അലൈഹിസ്സലാം. അത് ആണുങ്ങൾ മാത്രം കുളിക്കണോടത്താണെങ്കിലും, ആണുങ്ങളും പെണ്ണുങ്ങളും കുളിക്കണോടത്താണെങ്കിലും ആ ഭാഗത്തേക്കൊന്നും മൂസ നബി പോക്കേയില്ല. ആണുങ്ങൾ, തനിച്ചാണുങ്ങൾ മാത്രം കുളിക്കുന്ന കടവിലേക്കും പോവലില്ല. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സതീറൻ ലാ യുറാ മിൻ ജിൽദിഹി ശൈഉൻ ഇസ്തിഹ്യാഅൻ മിൻഹു. മൂസ നബി വലിയ ലജ്ജക്കാരനായിരുന്നു, വലിയ നാണക്കാരനായിരുന്നു. സതീറ, ശരീരത്തിൽ പരമാവധി മറച്ച് നടക്കുന്ന ആളായിരുന്നു. മിനിമം 2 കോട്ട് ധരിക്കുമായിരുന്നു. കാരണം ഒന്നാമത് മഹാനവറുകൾക്ക് ലജ്ജ തന്നെ, 2 മഹാനവറുകൾക്ക് രോമം കൂടുതലുള്ള ശരീരം, അതിങ്ങനെ തുറിച്ചു നിൽക്കുന്നത് കൊണ്ട് ആ രോമം വസ്ത്രത്തിന്റെ പുറത്തേക്ക് ഇടക്കിടക്ക് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നാണായിരുന്നു. മഹാനവറുകൾ അതുകൊണ്ട് 2 കോട്ടൊക്കെ മിക്കവാറും ധരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് വസ്ത്രം വാരി ഒരു ഭാഗവും കാണാതെ, ലാ യുറാ മിൻ ജസദിഹി ശൈഉൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും കൂടുതലൊന്നും, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒന്നും തന്നെ കാണാൻ പറ്റൂല, അത്രത്തോളം അദ്ദേഹം മറച്ചു നടന്നിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫആദാഹു മൻ ആദാഹു മിൻ ബനി ഇസ്രായീൽ, മുസാ നബിയുടെ വസ്ത്രധാരണം കണ്ട് ഇസ്രായേലിസം, ഒരു ചെരുപ്പ് ധരിക്കുകയാണെങ്കിലോ കാല് മുഴുവനും മറയുന്നതായി. ആ രീതിയിൽ മഹാനവറുകൾ മറച്ചു നടന്നപ്പോൾ എന്ന കാലഘട്ടത്തിൽ മഹാനവറുകളെ നാവ് കൊണ്ട് ഉപദ്രവിച്ച ആളുകളുണ്ട് ഇസ്രായേലിൽ ചിലര്. അവര് മഹാനവറുകളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. നാവ് കൊണ്ട് ഉപദ്രവിച്ചവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഫഖാലു മാ യസ്തതിറു ഹാദ തസത്തുറാ, ഇതെന്താ, എന്തൊരു മറച്ചു വെക്കലാണ് ഈ മറച്ചു വെക്കുന്നത്, ഇങ്ങനെ മറക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ മറക്കേണ്ട കാര്യമുണ്ടോ? അഥവാ ഇങ്ങനെ മറയ്ക്കുന്നുവെങ്കിൽ മൂസ നിനക്ക് പ്രശ്നമുണ്ടയില്ല. മിൻ ഐബിൻ ബിജിൽദിഹി, നിനക്ക് വല്ല വെള്ളപ്പാണ്ടുമുണ്ടാകും. അതാണ് ഇങ്ങനെ മറച്ചു നടക്കുന്നത്. വെള്ളപ്പാണ്ടുണ്ടാവും, അല്ലെങ്കിൽ കുഷ്ഠരോഗം ഉണ്ടാവും, അല്ലാതെ അങ്ങനെ മറയ്ക്കൂല. ഒരു നബിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഒരു നബിയിൽ നിന്നും അല്ലാഹു വെള്ളപ്പാണ്ട്, കുഷ്ഠം, ഭ്രാന്ത്, ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്.
ഒരു നബിയെ കുറിച്ച് വെള്ളപ്പാണ്ടി എന്നും കുഷ്ഠമെന്നും ഭ്രാന്ത് എന്നും എപ്പ സമൂഹം പറഞ്ഞാലും അപ്പോൾ അള്ളാഹു ഇടപെടും, എന്നിട്ടത് ഇല്ലാന്ന് സ്ഥാപിക്കും. എന്തുകൊണ്ട്? നുബൂവത്തിന്റെ നിബന്ധനകളിൽ അല്ലെങ്കിൽ നുബൂവത്തിനോളം അള്ളാഹു പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായ സ്വാസ്ഥ്യമാണ് ഈ 3 അവസ്ഥകളിൽ നിന്നുള്ള മോചനം. ഒരിക്കലും ഒരു നബിക്ക് കുഷ്ഠരോഗം വരൂല, ഒരിക്കലും ഒരു നബിക്ക് വെള്ളപ്പാണ്ട് വരൂല, ഒരിക്കലും ഒരു നബിക്ക് ഭ്രാന്ത് വരൂല. ഈ 3 കാര്യങ്ങളിൽ നിന്നും നബി മഅ്സൂമാണ്. അപ്പോ ഒരു സമൂഹം അവരെ അങ്ങനെ പറഞ്ഞ് ചാർത്തിയാൽ ആ സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കല് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഹബീബിനെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞു മക്കയിൽ ചിലര്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. അള്ളാഹുവിന്റെ ഹബീബിന് ഭ്രാന്താണെന്ന് പറഞ്ഞു മക്കയിൽ ചിലര്. അപ്പോഴാണ് സൂറത്തുൽ ഖലമിന്റെ ആയത്തുകൾ അവതരിക്കുന്നത്. ഭ്രാന്താണെന്നൊരു സമൂഹം പറഞ്ഞ ആ പറയണവർക്ക് ആ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കി വിടല്ല, അള്ളാഹു വഹയി കൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നബിയെ, ഖലമിനെ തന്നെയാണ് സത്യം, പേനയെ തന്നെയാണ് സത്യം. ഏത് പേന? അള്ളാഹു ആദ്യം പടച്ച ഒരു ഉപകരണമുണ്ട്, അത് പേനയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അവ്വലമാ ഖലഖല്ലാഹു തആല അൽ ഖലം. അള്ളാഹു ആദ്യം പടച്ച ഉപകരണം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുമാ. 2 സ്വഹാബികളും ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന അവ്വലമാ ഖലഖല്ലാഹു തആല അൽ ഖലം. അല്ലാഹു ആദ്യം പടച്ച ഉപകരണം അത് പേനയാണ്. ആദ്യം പടച്ച ഉപകരണം പേനയാണ്. ലൗഹും ഖലമും എന്ന് കേട്ടിട്ടുണ്ട്. ആ ഖലം, ആ പേനയോട് അന്ന് അള്ളാഹ് ആദ്യം പറഞ്ഞു. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. ആ പേനയോട് അന്ന് അള്ളാഹ് പറഞ്ഞു, ഉക്തുബ്, നീ എഴുത് പേനെ. പേന ചോദിച്ചു, മാ അക്തുബു യാ റബ്ബി, ഞാൻ എന്തെഴുതണം? ഖാല ഉക്തുബു മാ കാന വമാ ഹുവ ഖായിനുൻ ഇലൽ അബ്ദി. ഉണ്ടായതും ഉണ്ടാകേണ്ടതുമായ എല്ലാം നീ എഴുതിയേ പറ്റൂ. എല്ലാ സൃഷ്ടികളെയും നീ എഴുതണം. ഉണ്ടായതും ഉണ്ടാവാനുള്ളതും ഒക്കെ നീ എഴുതണം. അങ്ങനെ പേന എഴുതി തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹ് പറഞ്ഞു, ആദ്യം നീ കലിമത്ത് തൗഹീദ് എഴുതിക്കോ. അങ്ങനെ പേന എഴുതി തുടങ്ങാണ്. ആദ്യത്തെ എഴുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പേന എഴുതി കഴിഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, അതിന്റെ കൂടെ നീ എഴുതണം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേന അത് എഴുതുന്നില്ല. പേന സുജൂദിൽ കിടക്കുന്നു. സുജൂദിലേക്ക് വീണിട്ട് പേന അല്ലാഹുവോട് ചോദിക്കുന്നു, വമൻ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആരാണ് റബ്ബേ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? പേന അല്ലാഹുവോട് ചോദിക്കാൻ വേണ്ടിയിട്ട് സുജൂദിലാ കിടക്കുന്നത്. അല്ലാഹു പറഞ്ഞു, സുജൂദിൽ കിടക്കുന്ന പേനയോട് ആ പേര് പറയാൻ ഇനിയും നീ അദബ് കാണിക്കണം. പേനെ, സുജൂദിനേക്കാളും വലിയ അദബില്ല. ഏത് പേര് പറയാൻ? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാൻ സുജൂദിനേക്കാളും വലിയ അദബ് വേറെ അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചിട്ടില്ല. അത്രത്തോളം. എന്തിനാ അത് പറഞ്ഞത്? ഒരു പേന. ആ പേനയെ തന്നെയാണ് സത്യം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് ചിത്തഭ്രമമില്ല നബിയേ. അവര് പറയട്ടെ, അവര് പുലമ്പട്ടെ നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് ഭ്രാന്ത് ഇല്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അവരങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് ഭ്രാന്ത് ഉണ്ടെന്ന്. പറഞ്ഞതിന്റെ പേരിൽ, അങ്ങ് കേട്ട് വിഷമിച്ചതിന്റെ പേരിൽ മുറിഞ്ഞു പോവാതെ എന്നും ഒഴുകി ഒഴുകി വരുന്ന ഒരു വലിയ പ്രതിഫലത്തിന്റെ പ്രവാഹം അതിന്റെ പേരിൽ കൂലിയായി അല്ലാഹു അങ്ങേക്ക് നിശ്ചയിച്ചിട്ടുണ്ട് നബിയേ. ഇപ്പോഴും തീർന്നിട്ടില്ല ആ പ്രതിഫലം. അന്ന് പറഞ്ഞതിന്റെ ഇപ്പോഴും മുത്തുനബിക്ക് പോകുന്നുണ്ടെന്ന് അതിനർത്ഥം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിന്നെയോ അങ്ങേക്ക് കാണാം. ഫസതുബ്സിറു വയുബ്സിറൂൻ. അങ്ങേക്ക് കാണാം.
ബിഅയ്യികുമുൽ മഫ്തൂൻ, ആർക്കാ ഭ്രാന്തെന്ന് പിന്നെ കാണാം, ആർക്കാണ് ഭ്രാന്തെന്ന് പിന്നീട് കാണാം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മഹത്തരമായ മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയല്ലേ. അവരെ ഇകഴ്ത്തി കാണിച്ചു ഭ്രാന്താണെന്ന്. അള്ളാഹു ഏറ്റവും വലിയ പുകഴ്ത്തൽ ഇവിടെ പുകഴ്ത്തി എന്ന് ആയിഷ റളിയല്ലാഹു പറയാം. അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ പുകഴ്ത്തൽ അല്ലാഹു പുകഴ്ത്തി. അപ്പൊ അള്ളാഹു കൊടുത്തൊരു അംഗീകാരം ആ നബിയെ സമാധാനിപ്പിച്ചു. 3 കാര്യങ്ങൾ പ്രവാചകന്മാരിൽ ആരോപിച്ചാൽ അള്ളാഹു മറുപടി പറയും. അതിലൊന്ന് ഭ്രാന്താണ്. മൂസ നബിയിൽ പറഞ്ഞത് അങ്ങനെയല്ല. മൂസ നബിയിൽ പറഞ്ഞത് ഒന്നുകിൽ അങ്ങയുടെ ശരീരത്തില്, എന്തിനാ ഇങ്ങനെ ശരീരം മുഴുവനും മറയ്ക്കുന്നത്? നാണിച്ചിട്ടാണ്. പക്ഷെ ഇവര് പറഞ്ഞു ഇമ്മാ ബറസും വൈമാ ഉദറ, ഒന്നുകി പുഴു കുത്തുന്ന രോഗം ഉണ്ടാവും ശരീരത്തില്, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ടാവും, അല്ലെങ്കിൽ വൈമാ ആഫത്തുൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും, അത് മറച്ചു വെക്കുന്നതാ. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും, അത് മറച്ചു വെക്കുന്നതാ. അല്ലാതെ ഇങ്ങനെ മറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹു തആല ഒരു നബിയിൽ ഇത്തരത്തിലുള്ള ആരോപണം പറയുന്നതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലാഹു കൊടുക്കുന്ന മറുപടി കണ്ടോട്ടോ. വഇന്നല്ലാഹ അറാദൻ യുബ്രിഅഹു മിമ്മാ ഖാലൂ ലിമൂസാ, മൂസാ നബിയിൽ അവർ പറഞ്ഞ ആ ആരോപണങ്ങളിൽ അല്ലാഹു മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. ഫഖലാ യൗമൻ വഹിദ, അങ്ങനെ ഇരിക്കെ മൂസ നബി ആരുമില്ലാത്ത നേരത്ത് കുളിക്കാൻ വേണ്ടി കടവിലേക്ക് ഇറങ്ങി. ആരുമില്ലെന്ന് ഉറപ്പുള്ളപ്പോഴേ ഇറങ്ങാറുള്ളൂ. അന്നത്തെ കുളിയുടെ രീതി അങ്ങനെയാ. മഹാനവറുകൾ വസ്ത്രം അഴിച്ചു വെച്ചു. ഇതിന്റെ ന്യായവും ഈ പറയാൻ പോകുന്നതിന്റെ യുക്തിയും നമ്മൾ ചിന്തിക്കല്ലേ. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ നബിയിൽ ആരോപിച്ചിരിക്കുന്ന ശരീരത്തിന്റെ ഐബുകള്, ആ ആരോപണം മൂലം പറയപ്പെട്ട ഐബുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തല് നുബുവത്തിന്റെ യോഗ്യതയുടെ ഭാഗമാണ്. മൂസാ നബി അന്ന് ഒരു ഉരുണ്ട കല്ലിന്റെ മുകളിൽ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങി. ഉരുണ്ട കല്ല്, ആ കല്ലിന്റെ വലിപ്പം ഒരഭിപ്രായം അനുസരിച്ച് ഒരു നല്ല തലയുടെ വലിപ്പമുള്ളതെന്ന്. ഒരു വലിയ തല, ഒരു മനുഷ്യന്റെ വലിയ തലയുടെ വലിപ്പമാണ്, നല്ല ഉരുണ്ട കല്ലാണ് എന്നൊരു അഭിപ്രായത്തിലുണ്ട്. ഏതായാലും ആ കല്ലിന്റെ മുകളിൽ അഴിച്ചു വെച്ചു. ഫഅഖദ മൂസ, എന്നിട്ടോ മഹാനവറുകൾ കല്ലിന്റെ മുകളിൽ അഴിച്ചു വെച്ചു. സുമ്മ ഗത്തസല, പിന്നെ കുളി തുടങ്ങി. ഫലമ്മാ ഫറഗ, കുളി കഴിഞ്ഞു, വേഗം കുളി കഴിഞ്ഞു. എന്നാൽ അഖ്ബല ഇലാ സിയാബിഹി ലിയഖുദഹാ, വസ്ത്രമെടുക്കാൻ വേണ്ടി. സൗബ് സിയാബ്, മഹാനവറുകൾ ഇനി ഉടുക്കേണ്ട വസ്ത്രം. സൗബ് എന്ന് പറഞ്ഞാൽ ഇനി ഉടുക്കേണ്ട വസ്ത്രം, അതാണ് സൗബ്. ലിബാസ് നിലവിൽ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം. ഇവിടെ സൗബ് എന്ന് പറഞ്ഞ, അപ്പൊ ഉറപ്പായിട്ട് മഹാനവറുകൾ വേറെ വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് കുളി കഴിഞ്ഞ് മാറ്റാനുള്ളത്. അതായിരിക്കും നിലവിൽ ഇട്ടത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കുളിക്കാൻ ഇറങ്ങിയത്. അത് ഈർപ്പമടിച്ചാൽ, ഈറൻ ആയി കഴിഞ്ഞാൽ, നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ശരീരത്തിന്റെ തൊലിയിലെ നിറമൊക്കെ കാണാം. അല്ലാതെ ഒരു നബിയുടെ ഔറത്ത് നിരുപാധികം പുറത്തേക്ക് വരില്ല. അങ്ങനെയാണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഉടുക്കേണ്ട വസ്ത്രത്തിനാണ് സൗബ് എന്ന് പറയാം. ഉടുത്ത് മാറേണ്ട വസ്ത്രമാണ്. അതാണ് ആ കല്ലിന്റെ മുകളിൽ വെച്ചത്. നിലവിൽ ശരീരത്തിലുള്ള വസ്ത്രം മാറ്റി വെച്ചിരുന്നെങ്കിൽ ലിബാസ് എന്നാ പറയാ. ലിബാസ് ശരീരത്തിലുള്ള വസ്ത്രവും സൗബ്, ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. സൗബ് എന്ന് പറഞ്ഞ ഇനി ഉടുത്ത് മാറേണ്ട വസ്ത്രം, അതിങ്ങനെ കല്ലിൽ വെച്ചു. എന്നിട്ടോ മഹാനവറുകൾ കുളിയുടെ നനയും കുളിയും ഒക്കെ കഴിഞ്ഞത് എടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നപ്പോ, മഹാനവറുകൾ അടുത്തേക്ക് എത്തിയപ്പോൾ ആ വസ്ത്രത്തെ ആ കല്ലിൽ തന്നെ വെച്ചിട്ട് കല്ല് ഉരുണ്ടു പോവാൻ തുടങ്ങി, കല്ല് ഓടാൻ തുടങ്ങി. കല്ല് ഉരുണ്ടു ഓടി നല്ല വേഗതയില്. മൂസാ നബി അത് എടുക്കാൻ വേണ്ടി കയ്യിലുള്ള വടി കൊണ്ട് കല്ലിനെ ഒന്ന് തോണ്ടിയെടുക്കാൻ വേണ്ടി, വടി എന്ന് പറഞ്ഞ 10 മുഴം നീളം കൂടി ഉണ്ട്. മുന്നിൽ പോണ കല്ലിനെ തോണ്ടിയാണെങ്കിലും പിടിക്കാൻ വടിയും കയ്യിലെടുത്തു. അങ്ങനെ മൂസാ നബി കല്ലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലോടി കുളി കഴിഞ്ഞ വെള്ളത്തിൽ നിന്ന് നനഞ്ഞ പാടെ കയറി വരികയാണ്. നിലവിലുള്ള വസ്ത്രത്തിൽ ആ നനവോടുകൂടെ കയറി വന്ന ശരീരത്തിൽ പറയപ്പെട്ട ആരോപിക്കപ്പെട്ട ഐബുകളില്ലെന്ന് കണ്ണാടി പോലെ വ്യക്തം. അപ്പോൾ മഹാനവറുകൾ വടിയുമായി കല്ലിന്റെ പിന്നാലെ ഓടി പറഞ്ഞു പോകുന്നുണ്ട്, സൗബി ഹജർ, സൗബി ഹജർ.
കല്ലേ എന്റെ വസ്ത്രം, കല്ലേ എന്റെ വസ്ത്രം. ഹത്തന്തഹ, കല്ല് ഓടി ഓടി എവിടെ ചെന്നു? ഇലാ മലഇൻ മിൻ ബനി ഇസ്രായീൽ, ഈ ആരോപണം പടച്ചുണ്ടാക്കിയ ഇസ്രായേലി സമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ അവർ കൂടി നിൽക്കുന്നതിന്റെ ഇടയിലേക്കായി കല്ല് വസ്ത്രവുമായി ഓടിച്ചെല്ലുന്നത്. മഹാനവരുകളെ ആ വേഷത്തിൽ അവർ കണ്ടപ്പോ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ശരീരം അതുവരെ അവർ കണ്ടിട്ടില്ല. ഇതുപോലെ ഭംഗിയുള്ള നല്ല മിടുക്കനായ ആൺകുട്ടിയായി മൂസ നബി അവർ കണ്ട പോലെ മറ്റൊരു പടപ്പിനെയും ഇന്നവരെ ആരും തുണിയില്ലാതെ കുളിക്കുന്ന കണ്ടവര് ഇതുപോലെ ഒരു ഇത്ര ഭംഗിയുള്ള ഒരു ശരീരത്തെ മൂസ നബിയെ കണ്ട പോലെ ലജ്ജയില്ലാത്ത സമൂഹം അന്ന് നോക്കിയത് മൂസ നബിയിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് അറിയാനുള്ളത് മുഴുവൻ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അള്ളാഹു തആല ആരോപണത്തിൽ നിന്നും മൂസ നബിയെ മുക്തനാക്കി എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ ദേഷ്യം കൊണ്ട കല്ലിൽ ഒരു അടി കൊടുത്തിട്ടുണ്ട്. എന്നെങ്ങനെ ഓടിക്കണോ എന്ന് ചോദിച്ചു, എന്നെങ്ങനെ നാണം കെടുത്തണോ എന്ന് ചോദിച്ച് കല്ലിനെ കിട്ടാൻ വടി വെച്ചിട്ട് ഒരൊറ്റ അടിയും കൊടുത്തിട്ടുണ്ട് മഹാനവറുകൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അടിയുടെ അടയാളം 3 വട്ടം ആ കല്ലിൽ കാണാമായിരുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ബിൽ ഹജരി ലനദ്ബം മിൻ അഥരി ദർബിഹി, കല്ല് കരയാൻ തുടങ്ങി. മൂസ നബി അടിച്ചു എന്നതിന്റെ പേരിൽ കല്ല് കരയാൻ തുടങ്ങി. കല്ലിൽ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നീട് 3 അഭിപ്രായം, അടികൊണ്ട് അടയാളം. പിന്നീട് 4 5 അഭിപ്രായമുണ്ട്. മൂസ നബിയുടെ അടി കൊണ്ടതിന്റെ പേരിൽ കല്ലിന് സങ്കടം തോന്നി, കല്ല് കരഞ്ഞു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബിയെ ഐബുണ്ടെന്ന് പറഞ്ഞ് ആരോപിച്ചവർ മൂസ നബിക്ക് നാണുണ്ടായതിന്റെ പേരിലാണ് മഹാനവറുകൾ വസ്ത്രം ധരിക്കുന്നതിൽ അത്രയും ശ്രദ്ധിച്ചത് എന്ന് മനസ്സിലാക്കിയില്ല. അവരിങ്ങനെ മൂസ നബിക്ക് വെള്ളപ്പാണ്ടുണ്ട്, കുഷ്ഠമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കാനാണ് നിന്നത്. അങ്ങനെ ഒരു സമൂഹമുണ്ട്. ഖുർആൻ ഇത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസ ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. മുഅ്മിനീങ്ങളെ, മൂസ നബിയെ നാവ് കൊണ്ട് ഉപദ്രവിച്ച് മഹാനവറുകൾക്ക് ശരീരത്തിൽ വസ്ത്രം പരിപൂർണമായി കാണപ്പെടുന്നത് വെള്ളപ്പാണ്ടും കുഷ്ഠവും പുഴുകുത്തുന്ന രോഗവും ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു പരുത്തിയ നാവ് കൊണ്ട് മഹാനവറുകളെ ഉപദ്രവിച്ച ആളുകളെ പോലെ നിങ്ങളാവല്ലേ? മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്ക് പറയുന്നവര് നിങ്ങളാവല്ലേ? മൂസ നബിയെ ഇவ்விதം പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ, അവരെന്ന് ആരോപിച്ച കാര്യങ്ങളിൽ നിന്നും മൂസ നബിക്ക് അള്ളാഹു ഒരു മോചനം നൽകി. അള്ളാഹു അതിന്റെ സത്യാവസ്ഥ ആരോപണം പറഞ്ഞവരിൽ ബോധ്യപ്പെടുത്തി. വകാന ഇൻദല്ലാഹി വജീഹാ, മൂസാ നബി അള്ളാഹുവിന്റെ മുന്നിൽ വലിയ ഉന്നതൻ ആണ്. വജീഹൻ ദുജാഹ്, ഉന്നതൻ ആണ്. മഹാനവറുകൾ ഉന്നതനാണ്. അപ്പൊ ലജ്ജയായിരുന്നു ആ പ്രവാചക പുങ്കവരുടെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര. ലജ്ജ കൊണ്ട് ഗുണമല്ലാതെ മറ്റൊന്നും കിട്ടൂല എന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ നാണിച്ചതിന്റെ പേരിൽ അവിടെ പോയി നിൽക്കാതിരുന്നത് എനിക്ക് നാണായത് കൊണ്ടാ ഞാൻ അവിടെ പോയി വർത്താനം പറയാ. അയാളോടൊന്ന് ഞാൻ നാണാവില്ല, അയാളോടൊക്കെ വർത്താനം പറയാം. അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് നാണമായതിന്റെ പേരിലാ ഞാനത് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ ഏതൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ആ കാര്യത്തിൽ നിനക്ക് നഷ്ടം വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വസ്ത്രം ധരിക്കുന്നതിൽ മാത്രമല്ല, വാക്കുകൾ പറയുന്നതില്, ചോദ്യങ്ങൾ ചോദിക്കുന്നതില്, ഉത്തരം പറയുന്നതില്, നോക്കുന്നതില്, കാണുന്നതില്, ചിരിക്കുന്നതില്, ഇടപെടുന്നതില്, അടുത്തു പോയിരിക്കുന്നതില് എല്ലായിടത്തും നാണം വേണം. നാണമുണ്ടായതിന്റെ പേരിൽ ഞാനത് ചെയ്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ കാര്യത്തിൽ വരുന്ന നഷ്ടം നിനക്ക് നഷ്ടമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജയുടെ പേരിൽ ഒരാൾക്ക് ഖൈറല്ലാത്ത മറ്റൊന്നും വരൂല. മഹാനായ ബിശ്ർ ഇബ്നു കഅബ് തങ്ങൾ പറയാറുണ്ട്, ബുഖാരി തന്നെ കാണാം, മക്തൂബും ഫിൽ ഹിക്മത്തി. മഹാന്മാരായ പൂർവസൂരികളായ അമ്പിയാക്കളും തത്വജ്ഞാനികളായ മഹത്തുക്കളും പറയുന്ന ഹിക്മത്തിന്റെ ഇൽമുണ്ട്. ഹിക്മത്തിന്റെ ഇൽമ്,
വജസ്സുകൾ, വഹ്യ് പോലെ തന്നെയാണത്. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞ പോലത്തെ വർത്താനങ്ങളിൽ പെട്ടതാണ് ഇന്ന മിനൽ ഹയാഇ വഖാറ വ ഇന്ന മിനൽ ഹയാഇ സകീന. ഒരാളെ കാണുമ്പോ നമ്മൾ അച്ചടക്കമുള്ളവരായി അടങ്ങിയിരിക്കണമെങ്കിൽ അയാളോട് ബഹുമാനമുള്ളതിന്റെ പേരിലാ. ഒരാള് വന്നു കയറുമ്പോ അയാളോടുള്ള ബഹുമാനമുള്ളതിന്റെ പേരിലാ നമുക്കൊരു അച്ചടക്കം വരുന്നത് എങ്കിൽ, ഒരാളെ കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്നുവെങ്കിൽ ആ ആള് ലജ്ജയുള്ള ആളായിരിക്കുമേ, അല്ലാതെ നമുക്കത് പറ്റൂല. മനസ്സിലായില്ല? ആ ആള് ലജ്ജയുള്ള ആളായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു മഹാനായ സയ്യിദ് നമ്മുടെ ഈ സദസ്സിലേക്ക് കയറി വന്നു. നമ്മൾ സ്വാഭാവികം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സ്വാഭാവികമായിട്ട് എന്താവും, അത് നിർത്തി അദ്ദേഹം വരുമ്പോ ഒന്ന് എണീറ്റ് നിന്ന് പിന്നെ നമ്മുടെ വർത്താനങ്ങളെല്ലാം നമുക്കൊരു അച്ചടക്കം വരും, അദ്ദേഹത്തിനൊരു ബഹുമാനം വരും. സ്വാഭാവികമായും അദ്ദേഹം നമ്മെക്കാൾ ലജ്ജയുള്ള ആളായിരിക്കും എന്നതാണ് അതിന്റെ ഒരു തത്വം എന്ന് മഹാന്മാര് പറയും. അങ്ങനെയുണ്ട് ലജ്ജയുള്ള ആള്. ഒരു ലേഡി ഒരു കാർ ഓടിച്ചു പോകുന്നു, അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവണു. നമ്മളീ ബഹുമാനിച്ച ആള് ഒരു സഹായം ചെയ്താൽ സഹായം ചെയ്യാനാണെങ്കിൽ അത് പോയി തള്ളി കൊടുക്കാന്ന് വെച്ചാൽ അത് അയാൾ ഒരു പക്ഷെ എന്ത് ചെയ്യില്ല. ഒരു സഹായം ചെയ്യാനാണ് മൂപ്പര് ചെയ്തു കൊടുത്തോളണമെന്നില്ല. എന്തുകൊണ്ട്? അത് ലജ്ജിച്ചതിന്റെ പേരിൽ ചെയ്തു കൊടുത്തോളണമെന്നില്ല. സംഗതി സഹായമല്ലോ, ഒന്ന് എന്തൂട്ട് തങ്ങളാ നിങ്ങള്, അല്ലെങ്കിൽ എന്തോന്ന് ആയാലുമാണ് അദ്ദേഹം, ആ പെണ്ണ് അവിടെ വണ്ടി കേടായിപ്പോ ഒന്ന് തള്ളിക്കൊടുക്കാൻ മൂപ്പരിങ്ങോട്ട് മാറിയെന്നു ആരും പറയോ? ഇല്ല. എന്തുകൊണ്ട്? അത് അദ്ദേഹം ആ ലജ്ജയെ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം അതിന്ന് മാറി നിൽക്കും. അവിടെ സഹായം ചെയ്യുക എന്നുള്ള, ഉപകാരം ചെയ്യുക എന്ന അമലിനേക്കാളും ലജ്ജ എന്ന ഈമാനിന്റെ അമലിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ നമ്മൾ ഒരാളോട് ബഹുമാനം തോന്നുന്ന ഒരവസ്ഥയിൽ ഒരാളെ നമ്മൾ കണ്ടാൽ അയാൾ നമ്മേക്കാൾ ലജ്ജയുള്ള ആളായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ലജ്ജ എന്ന ഗുണം യഥേഷ്ടം ഉണ്ട്. എന്നാലേ ഇത് ബഹുമാനം തോന്നാന്ന് പറഞ്ഞ, ചിലപ്പോ ചിലരൊക്കെ കാണുമ്പോ, ചില സെലിബ്രിറ്റികളൊക്കെ കാണുമ്പോ ചിലർ എണീറ്റൊക്കെ നിന്ന് കൊടുക്കാറുണ്ട്. അത് ആ ബഹുമാനമല്ല പറഞ്ഞത്. അള്ളാഹു ആദരിച്ച ഒരാള് എന്ന തലത്തിൽ തോന്നുന്ന ഒരു ബഹുമാനം ഉള്ളത് ആരോടാണോ, അങ്ങനെയാണ് പഴയകാലം മുതലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അമ്പിയാക്കളുടെ സ്വഭാവം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്പിയാക്കളുടെ തിരുചര്യകളിൽപ്പെട്ട 4 കാര്യങ്ങളുണ്ട് അത്രേ. നബിമാരുടെ തിരുചര്യകളിൽപ്പെട്ട 4 കാര്യങ്ങൾ. ഇമാം തുർമുദിയുടെ ജാമിഉൽ നമുക്ക് ഹദീസ് കാണാം. അനബി അയ്യൂബ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ മിൻ സുനനിൽ മുർസലീൻ. 4 കാര്യങ്ങൾ നബിമാരുടെ ചര്യയാണ്. 1 ലജ്ജയാണ്, 2 അത്തർ പുരട്ടി നടക്കലാണ്. മിക്കവാറും ഖുർആൻ ഓതാനാവട്ടെ, നിസ്കരിക്കാനാവട്ടെ, വർത്തമാനം പറയാനാവട്ടെ, ഭക്ഷണത്തിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ, ഇടക്കിടക്ക് പല്ല് തേച്ചു കൊണ്ടിരിക്കുക എന്നത് നബിമാരുടെ സ്വഭാവമാണ്. ഖുർആൻ ഓതുന്നതിന് മുമ്പ് പല്ല് തേക്കൽ സുന്നത്താണ്, ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കൽ സുന്നത്താണ്, എപ്പോഴും ഉളൂ വേണമെന്നത് സുന്നത്താണ്, എപ്പോ ഉളൂ വേണോ അപ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. നബിമാരുടെ ചര്യയാണ്. 4 കാര്യങ്ങൾ. 1 ലജ്ജയാണ്, 2 അത്തർ പുരട്ടി നടക്കലാണ്. സഹോദരിമാർ അതിൽ സൂക്ഷിക്കണം. അത്തർ പുരട്ടുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിലെ സുഗന്ധം അന്യ പുരുഷന് അത് കിട്ടുമെന്ന് കാണുന്നോടത്ത് പാടില്ലാത്തതാണ്. 1 ലജ്ജയാണ്, 2 സുഗന്ധം പൂശലാണ്. നബിമാരുടെ തിരുചര്യകളിൽ 3-മത്തേത് എപ്പോഴും പല്ല് തേക്കലാണ്. 4-മത്തേത് നിക്കാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നിക്കാഹ് കഴിച്ചിരുന്നു. നബിമാരുടെ ചര്യയായിരുന്നു അത്. അങ്ങനെയാണ് ലജ്ജ ഒരാളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക്. ലജ്ജയില്ലാത്ത ഇത്രയും ഒരു വൃത്തികെട്ട അവസ്ഥയിൽ ഒരു മനുഷ്യൻ തരംതാണ് പോകുന്നത് ലജ്ജയില്ലാതെ വരുമ്പോഴാണ്. ലജ്ജയില്ലാതെ വരുമ്പോൾ ഒരാൾ തരം താഴും. ലജ്ജയില്ലാത്തത് അഭംഗിയാണ്. ഇമാം തുർമുദി തന്നെ ജാമിഉൽ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാനൽ ഫഹ്ശു ഫീ ശൈഇൻ ഇല്ലാ സന. ഒരു കാര്യം ലജ്ജയില്ലാതെ ചെയ്യുന്നുവെങ്കിൽ അത് വൃത്തികേടായേ തീരൂ. അത് വൃത്തികേടായി പോകും, അത് ഭംഗിയാവൂല. ലജ്ജയില്ലാതെ ചെയ്യുന്ന കാര്യം അത് അവസാനിക്കുമ്പോഴേക്ക് അത് നാശമാകും, അത് വൃത്തികെട്ടോണം, അത് അവസാനിക്കാ. വമാ കാനൽ ഹയാഉ ഫീ ശൈഇൻ ഇല്ലാ സാന. ലജ്ജ ഉള്ളതിന്റെ കൂടെയാണ് ഒരു കാര്യം ചെയ്തത് എങ്കിൽ അത് ഭംഗിയായി തീരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗുണമാണ് ലജ്ജ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമത്രേ. തുർമുദിയുടെ ജാമിഉൽ തന്നെ ഹദീസ് ഉണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിൽ പെട്ടതാണ്. വൽ ഈമാനു ഫിൽ ജന്ന, ഈമാൻ സ്വർഗത്തിലേക്കുള്ളതാണ്. വൽ ബദ്ദാഉ മിനൽ ജഫാ, ഒരു മനുഷ്യനിൽ നാണമില്ലായ്മ എന്നത് അവനൊരു ഗുണമില്ലാത്തവനായി മാറാനുള്ള സ്വഭാവമാണ്. ആർക്കും അവനോടൊരു ബഹുമാനം ഉണ്ടാവൂല. നിർഗുണനായ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അത് എത്തിപ്പെടുന്നത് ഫിന്നാർ, അത് നരകത്തിലേക്കാണ്. അത് നരകത്തിലേക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്രത്തോളം ലജ്ജയെക്കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലജ്ജ ഈമാനിനോട് ചേർന്ന് നിൽക്കുന്നു. ഖുർആനിന്റെ ചില അധ്യാപനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ എവിടെയും ഇതിലൊരു കുറവുണ്ട്, അത് ഈമാന്റെ കുറവാണെന്ന. അല്ലാഹു ഇത് പരിഹരിക്കാൻ തൗഫീഖ് നൽകട്ടെ.